يقول الله تبارك وتعالى ഒരു ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി, ഇന്നല്ലാഹ തബാറക വതആല ഖാല ലി ആദമ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല പറയുകയാണ്, യാ ആദമു, ഏ ആദമേ, إنا قد عرضت الأمانة على السماوات والأرض ولم يتقنها فأبين أن يحملنها هل أنت آخذ بما فيها يا آدم. ആദമേ, ഞാൻ ഈ അമാനത്ത് എന്ന് പറയുന്ന ഈ സമ്പത്ത്, ഈ സ്വത്തുണ്ടല്ലോ, ഈ സൂക്ഷിപ്പ് മുതലുണ്ടല്ലോ, പർവ്വതങ്ങളോട് ചോദിച്ചു, വാനത്തിനോട് ചോദിച്ചു, ഭൂമിയോട് ചോദിച്ചു, വലം യുത്ഖിനഹാ, അവർ വിസമ്മതം പ്രകടിപ്പിക്കുകയും അവരെ കൊണ്ട് കഴിയുകയില്ല എന്ന് സമ്മതിക്കുകയും ചെയ്തു. ഫഹൽ അൻത ആഖിദും ബിമാ ഫീഹാ യാ ആദം, ആദമേ, നിനക്കത് സ്വീകരിക്കാൻ കഴിയുമോ ആദമേ എന്ന് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പടച്ച തമ്പുരാൻ ചോദിച്ചപ്പോ ഖാല ആദമു, ആദം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, വമാ ഫീഹാ യാ റബ്ബു, റബ്ബേ, അതെന്താണ് റബ്ബേ, എന്താണ് ആ അമാനത്ത്, എന്താണ് ആ സൂക്ഷിപ്പ് മുതൽ, അതൊന്ന് പറഞ്ഞു തരൂ, പരിചയപ്പെടുത്തൂ, ശേഷം ഞാൻ പറയാം അത് സ്വീകരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ അമാനത്ത് എന്ന് പറയുമ്പോൾ അവന്റെ വചനങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കുകയാ. ഏ ആദമേ, ഇൻ അഹ്സൻത ജുസീത വ ഇൻ അസഅത ഉഖിബത. പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളെയും വചസ്സുകളെയും ആയത്തുകളെയും അധ്യായങ്ങളെയും ഉള്ളടക്കങ്ങളെയും ഉൾക്കൊണ്ട് നീ ജീവിച്ചാൽ നിനക്ക് കൂലി നൽകപ്പെടും ആദമേ, നീ രക്ഷപ്പെടും ആദമേ. മറിച്ച് ഖുർആനിന് എതിരായി നീ നടന്നാൽ നാണം കെട്ട ശിക്ഷ നൽകി നിന്നെ ഞാൻ പരീക്ഷിക്കും. അല്ലാഹ് പറഞ്ഞ വാക്കാണ്. പരിശുദ്ധ ഖുർആൻ സ്വീകരിച്ചാൽ അതിന് കൂലിയുണ്ട്, നന്മയുണ്ട്, അതനുസരിച്ച് നടന്നാൽ നിനക്ക് പ്രയോജനമുണ്ട്. മറിച്ച് അതിനെതിരായിട്ട് നീ നടക്കാനാണ് തീരുമാനിച്ചതെങ്കിൽ ശിക്ഷയ്ക്ക് നീ വിധേയനാകും. ഇതാണ് അല്ലാഹ് പറഞ്ഞത് ഖുർആനെ കുറിച്ച് പരിചയപ്പെടുത്തി. അപ്പൊ എന്താ ചെയ്തത്? ആദം അലൈഹിസ്സലാത്തു വസ്സലാം അത് ഏറ്റെടുത്തു. ശരി അല്ലാഹുവേ, നിന്റെ വചനങ്ങൾ ഞാൻ ഏറ്റെടുത്തുകൊള്ളാം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ നമ്മുടെ പിതാവ്, അവിടുത്തെ പരമ്പരാഗതമായി അല്ലാഹുവിന്റെ വചനങ്ങളെ പരിപൂർണമായി ഏറ്റെടുത്തു. അതാണ് അല്ലാഹ് ഖുർആനിൽ പറഞ്ഞത്, ഇന്നാ അറവ്നൽ അമാനത അലസ് സമാവാതി വൽ അർളി വൽ ജിബാൽ ഫഅബൈന അൻ യഹ്മിൽനഹാ വഅശ്ഫഖ്ന മിൻഹാ وحملها الإنسان മനുഷ്യനാണ് അത് ഏറ്റെടുത്തത്. അതിന്റെ ഉത്തരവാദിത്വം വഹിക്കേണ്ടത് മനുഷ്യനാണ്. മനുഷ്യ അതിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയില്ല. ഈ ലോകം നശ്വരമാണ്, നശിച്ചു പോകും. മനുഷ്യ, ആരടി മണ്ണിൽ നിനക്കൊരു ജീവിതമുണ്ട്. അവിടെ നിന്ന് റബ്ബിന്റെ കോടതിയിലേക്ക് നിന്നെ തെളിച്ചു കൊണ്ടുവരപ്പെടും. ആ സന്ദർഭത്തിൽ ഖുർആൻ നിനക്ക് എതിരെ സാക്ഷി പറയരുത്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെ ഉള്ളടക്കങ്ങളെ സ്വീകരിക്കണം, അതിന്റെ വഴികളെ തെരഞ്ഞെടുക്കണം, ആ വഴികളെ അനുധാവനം ചെയ്യണം. ഇതാണ് അല്ലാഹു പഠിപ്പിച്ചത്. അതിലൂടെ നമുക്ക് കൂലി ലഭിക്കുമത്രേ. പരിശുദ്ധ ഖുർആൻ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ അല്ലാഹു ഇറക്കി. ഗാർ ഹിറായിൽ ഹബീബായ തങ്ങൾ വിശ്രമിക്കുന്ന സമയത്ത് അല്ലാഹു ഘട്ടം ഘട്ടമായി ഇറക്കി. താരീഖിന്റെ പണ്ഡിതന്മാര് പറയുന്നു, പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ഇറക്കിയത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന 25 പ്രാവശ്യമായിട്ടാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിനെ ഈ ലോകത്തേക്ക് ഇറക്കി പരിചയപ്പെടുത്തി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറഞ്ഞ ആരാ സാധനം, ആരാ മുതല്? നമ്മളെ പോലെ സാധാ നമുക്ക് റമളാൻ മാസത്തിൽ ഉസ്താദന്മാരെ ഒന്ന് കെട്ടിപ്പിടിച്ചൊരു മുസാഫാത്ത് ചെയ്യാൻ വന്നാൽ തന്നെ നമ്മൾ ആകെ പൊട്ടിപ്പോകും.
നിസ്കരിക്കാൻ വന്ന മുഴുവൻ ജനങ്ങൾ നമ്മളെ ഒന്ന് കെട്ടിപ്പിടിച്ച് മുസാഫാത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആകെ തളർന്നു പോകും. പിന്നെ ഏതെങ്കിലും ആശുപത്രിയിൽ പോയിട്ട് ഗ്ലൂക്കോസ് കുത്തിവെക്കണം. കാരണം അത്രയും തളർന്നു പോകും. അങ്ങനത്തെ പിടുത്തമാണ് പിടിക്കുന്നത്. ഈ വൈരാഗ്യമുള്ളവരൊക്കെ റമളാൻ മാസം പെരുന്നാൾ വരാൻ നോക്കി ഉസ്താദിനെ ഒരു പിടി പിടിച്ചൊന്ന് ഒതുക്കാൻ. ഈ പിടുത്തമല്ലല്ലോ. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് 650ഓളം ചിറകുകളുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം 650ഓളം ചിറക്. ഈ ചിറകുകളിൽ ഏതെങ്കിലും ഒരു ചിറക് നിവർത്തിയാൽ ഈ ഭൂലോകത്ത് ആകാശഭൂമിക്കിടയിൽ ഒരു ചിറക് നിവർത്താൻ കഴിയുകയില്ല. അത്രത്തോളം വിശാലമായ ചിറക്. ഈ ചിറകുകൾ ഉള്ള ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ 25,000 പ്രാവശ്യത്തോളം ഘട്ടം ഘട്ടമായി ഇറങ്ങി വന്ന് കെട്ടിപ്പിടിച്ചിട്ടാണ് അള്ളാഹുവിന്റെ ആയത്ത് ഓതുന്നത്. അപ്പൊ എന്തായിരിക്കും അവസ്ഥ? നബിതങ്ങളുടെ ആഫിയത്ത് ഖുവത്ത് എത്രത്തോളമായിരുന്നു? ഇത് സ്വീകരിക്കാൻ ഒരു കഴിവ് വേണ്ടേ? അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശുദ്ധീകരണം നടത്തി. അതാണല്ലോ ഉമ്മിയായ പ്രവാചകൻ എന്ന് നബി തങ്ങൾക്ക് പേരിട്ടത്. ഉമ്മിയായ പ്രവാചകൻ. ഉമ്മിയായ പ്രവാചകൻ പറഞ്ഞാൽ അക്ഷരം അറിയില്ല, വായിക്കാനോ അറിയില്ല, ബോധവും ഇല്ല, ഓരവും ഇല്ല, പഠിത്തവും ഇല്ല, വിദ്യാഭ്യാസവും ഇല്ല, വെറും ഒരു പൊട്ടനായ പ്രവാചകൻ എന്നല്ല അതിന്റെ അർത്ഥം. നമ്മളൊരു പക്ഷേ അങ്ങനെ അർത്ഥം വെക്കുന്നു. അത് അദബുകേടാണ്. വിവരമില്ല, ജ്ഞാനമില്ല, ഒന്നുമില്ല, വിവരവും ബോധവും ഇല്ലാത്ത ഒരു പ്രവാചകനെ ലോകത്തെ എങ്ങനെ ഇതൊക്കെ പരിചയപ്പെടുത്തി തരാൻ കഴിയും? വിവരവും ബോധവും ഇല്ല എന്നല്ല അതിന്റെ അർത്ഥം. തന്റെ ഹൃദയത്തിനകത്ത് അശ്ലീലമായ മാലിന്യമായ ഒരു അവസ്ഥകളുമില്ലാതെ അതെല്ലാം ശുദ്ധികലശം ചെയ്യപ്പെട്ട് പരിപൂർണമായി വൃത്തിയാക്കപ്പെട്ട അവസ്ഥയിൽ പരിശുദ്ധ ഖുർആനിന്റെ മുഴുവൻ നിയമങ്ങളെയും അതിൽ സൂക്ഷിച്ചു വെച്ചു. അപ്പൊ ഇതെല്ലാം ഒഴിഞ്ഞു മാറ്റപ്പെട്ടപ്പോൾ, ശുദ്ധികലശം ചെയ്യപ്പെട്ടപ്പോൾ ഉമ്മിയായി ഒന്നും അറിയില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 2-3 പ്രാവശ്യമായി പരിശുദ്ധമായ മക്കാ മുക്കറമയിൽ കഅബയുടെ പുന്നാര മുറ്റത്ത് കൊണ്ടുപോയി ഹാർട്ട് പരിപൂർണമായി ഓപ്പൺ ചെയ്തു. ഓപ്പൺ സർജറി ഹാർട്ട് ആദ്യമായി നടത്തപ്പെട്ടത് പരിശുദ്ധ പ്രവാചകനിലൂടെയാണ്. ഓപ്പൺ സർജറി ഹാർട്ട് അത് മുഴുവനും ഓപ്പൺ ചെയ്തിട്ടാണ് എല്ലാ മാലിന്യങ്ങളും എടുത്തു കളഞ്ഞിട്ട് പരിശുദ്ധ ഖുർആനിന്റെ ഹിക്മത്തുകളും ജ്ഞാനവും അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് ഇറക്കി കൊടുത്തു, നിറച്ചു വെച്ചു. അതിനകത്ത് ഇനി ഒരു മാലിന്യങ്ങളും വരികയില്ല. അപ്പൊ അതിനു മുമ്പാണ് ഉമ്മി എന്ന് പറയുന്നത്. ബ്ലാങ്ക് ആയ ഹൃദയം, എംപ്റ്റി ആയ ഹൃദയം. ഈ എംപ്റ്റി ആയ ഹൃദയത്തിൽ പരിശുദ്ധ ഖുർആൻ കയറണം. ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് കാര്യങ്ങൾ കയറിയിട്ട് നമ്മുടെ ഡിസ്ക് നിറഞ്ഞിരിക്കുകയാണ്. അതിനിടയിൽ കൊണ്ട് ഖുർആന്റെ ഓരോത്ത് 2 ആയത്ത് കൊണ്ട് ഓതി വെച്ചാലൊന്നും അങ്ങോട്ട് കയറൂല. അതാണ് ബാക്കിയുള്ളതെല്ലാം ദുനിയാവും പെണ്ണുങ്ങളും ആഡംബരങ്ങളും പണവും പുലൂസും ദുനിയാവും ഇതെല്ലാം ഇങ്ങനെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്നതിന്റെ ഇടയിൽ ഒരു 2 ആയത്ത് കൊണ്ട് തിരികെ കയറ്റിയാൽ എവിടെ ഫായത ഉള്ളത്? എല്ലാം ഡിസ്ക് നിറഞ്ഞിരിക്കുക. അപ്പൊ ആദ്യം കുറച്ച് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ ഹൃദയങ്ങളിലേക്ക് വരും. അതുകൊണ്ടല്ലേ കുഞ്ഞുമക്കളെ ഖുർആൻ ഹിഫ്ള് പഠിപ്പിക്കാൻ പറയുന്നത്. നമുക്കല്ലാതെ നമുക്ക് 10, 30, 35 വയസ്സുള്ള ഒരു ചങ്ങാതി വന്നിട്ട് ഖുർആൻ കാണാതെ പഠിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? ഇങ്ങനെ നടക്കുക? അവന്റെ ഹൃദയത്തിൽ റിയൽ എസ്റ്റേറ്റ് ഒരു ഭാഗത്ത്, പകുതി സ്ഥലത്ത് കോളേജ് ഇട്ട് കുറച്ച് കാശ് ഉണ്ടാക്കാൻ പറ്റുമോ? ഇപ്പുറത്ത് ഒരു 10 കോടി റുപ്യയുടെ ഒരു വീട് വയ്ക്കണം, ഇപ്പുറത്ത് ഒരു 20 കോടി വണ്ടി എടുക്കണം, അപ്പുറത്ത് ദുബായിൽ കുറച്ച് സൂപ്പർ മാർക്കറ്റ്, ഇതെല്ലാം കൂടെ ഹൃദയത്തിൽ ഇരിക്കുന്ന ഒരു ചങ്ങാതി അടുക്കത്ത് പോലും മദ്രസയിൽ വന്നിട്ട് എനിക്കൊന്ന് ഹിഫ്ള് പഠിക്കണം ഉസ്താദ് എന്ന് പറഞ്ഞ് നടക്കുന്നതാണ്. കുൽഹുവല്ലാഹ് പഠിക്കണമെങ്കിൽ 3-3/4 മാസം എടുക്കും. കുൽഹുവല്ലാഹ് സൂറത്ത് മാത്രം പഠിക്കണമെങ്കിൽ. അങ്ങനെ പരിശുദ്ധമായ ഖുർആന്റെ 6000-ൽ പരം ആയത്തുകൾ ഇവ കാണാതെ പഠിക്കണമെങ്കിൽ കുറഞ്ഞത് 15 വർഷം. അപ്പോഴത്തേക്ക് മലക്കുൽ മൗത്ത് അസ്രായീൽ വന്ന് പൊക്കി എടുത്തോണ്ട് പോകും. ഇവരോട് പഠിക്കാൻ അതിന് പറ്റിയ അവസരം എന്താ? ഈ എംപ്റ്റി ഹൃദയങ്ങൾ, ബ്ലാങ്ക് ഹൃദയമാകുമ്പോൾ കുഞ്ഞുമക്കള് 10 വയസ്സ്, 12 വയസ്സ്, 13 വയസ്സ് ഒന്നും അങ്ങോട്ട് കയറാത്ത സമയത്ത് കൊണ്ടുവന്ന് ചെവിക്ക് പിടിച്ച് മദ്രസയിൽ കൊണ്ടാക്കിയാലേ ഖുർആൻ മൊത്തം പഠിച്ച് ഉള്ളിലേക്ക് ഒതുക്കാൻ കഴിയും. അതാണ് ഉമ്മിയായ പ്രവാചകൻ പറഞ്ഞതിനർത്ഥം. അപ്പൊ വേറെ ഒന്നുമില്ല. അപ്പൊ ഈ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ ഖുർആൻ നടത്തി പരിശുദ്ധ ഖുർആൻ ഓതി. അപ്പൊ അതേപോലെ എത്ര ഹാഫിളുകൾ. ഇനി നമുക്ക് ഇവിടെ ഖുർആന്റെ വിസ്മയം വരുന്നതേ ഉള്ളൂ. പരിശുദ്ധ ഖുർആനിന്റെ വിസ്മയം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വലിയ താളങ്ങളും മേളങ്ങളും അല്ല ഇതിന്റെ വിസ്മയം എന്ന് പറയുന്നത്. അതിന്റെ ഓത്ത് തന്നെയാണ് ഒരു വലിയ വിസ്മയം. പല നിലയ്ക്കുമുള്ള പണ്ഡിതന്മാർ ഇവിടേക്ക് വന്ന് വിദേശത്തും സ്വദേശത്തും ഒക്കെയുള്ളവർ നാട്ടിനകത്തും പുറത്തുമുള്ള പരിശുദ്ധ ഖുർആനിന്റെ ഓരോ ആയത്തുകൾ 7-10 അവസ്ഥയിൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയും. ആ ഖുർആനിന്റെ ഓരോ ശൈലികളും അതിന്റെ വർണ്ണങ്ങളും അതിന്റെ അലങ്കാരങ്ങളും അതിന്റെ നിയമനിർമ്മാണങ്ങളോടുകൂടി പാരായണം ചെയ്യപ്പെടുന്ന ആ ഒരു രംഗം അത് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ തന്നെ വല്ലാത്ത ഒരു അന്തരീക്ഷമാണ്.
ആ ഒരു വിസ്മയം വല്ലാത്ത കൗതുകമാണ്. എപ്പോഴും ആവർത്തിച്ച് കേട്ടാലും മതിവരാത്ത ഒരേ ഒരു കാര്യം, ഒരേ ഒരു ആയത്ത്, ഒരേ ഒരു സംഗീതം എന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ പോലും, ഒരു സംഗീതം കേട്ടാൽ പോലും അത് പല ആവർത്തി കേൾക്കുമ്പോൾ നമുക്ക് മടിപ്പുണ്ടാകും. പക്ഷേ പരിശുദ്ധ ഖുർആൻ എത്ര ആവർത്തി കേട്ടാലും നമുക്ക് ഒരിക്കലും അതിനൊരു വിരസത തോന്നുകയില്ല. ആവർത്തന വിരസത തോന്നാത്ത ഒരേ ഒരു കാര്യം, ഒരേ ഒരു ഗ്രന്ഥം, ഒരേ ഒരു പാരായണം, അത് പരിശുദ്ധ ഖുർആനാണ്. ലോകത്ത് വേറെ ഏത് ഗ്രന്ഥമുള്ളത്? എത്ര വലിയ സൂപ്പർ ഹിറ്റ് പാട്ടാണെങ്കിലും എത്ര പ്രാവശ്യം കേൾക്കും? എല്ലാ വർഷവും സൂപ്പർ ഹിറ്റ് പാട്ടിറങ്ങാറുണ്ടല്ലോ. അത് ആരൊക്കെയാണ് കേൾക്കുന്നത്? പണ്ട് കാലഘട്ടങ്ങളിൽ കേട്ടിരുന്ന സൂപ്പർ ഹിറ്റ് പാട്ട് ഇപ്പോൾ ആരെങ്കിലും കേൾക്കാറുണ്ടോ? ആരും കേൾക്കാറില്ല. അവർ പുതിയ പുതിയ തലമുറകൾ പുതിയ പുതിയ പാട്ടിനെ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹിറായിൽ വിശ്രമിച്ച ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആൻ അന്നുകളിലും ഇന്നുകളിലും നാളുകളിലും വള്ളി പുള്ളി വിവരണ വ്യത്യാസമന്യേ നിലകൊള്ളുന്നുവെങ്കിൽ അതിനൊരു കോട്ടവും സംഭവിക്കുകയില്ല, അതിനൊരു പോറലും കേൾക്കുകയില്ല. അതിന് കേട്ടാൽ എത്ര കേട്ടാലും ആവർത്തന വിരസതയും ഉണ്ടാകാറില്ല. ആർക്കെങ്കിലും ഇത് കേട്ടിട്ട് ആവർത്തന വിരസത ഉണ്ടായി എന്ന് പറയാൻ കഴിയോ? പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ ദിവസവും 17 പ്രാവശ്യം പള്ളികളിൽ പാരായണം ചെയ്യപ്പെടുമ്പോൾ എത്ര പ്രശ്നങ്ങളിലാണ് പള്ളികളിൽ ചർച്ചകൾ നടക്കുന്നത്. ഏതെങ്കിലും ഒരു പള്ളി കമ്മിറ്റിയോ അല്ലെങ്കിൽ നമസ്കരിക്കാൻ വരുന്ന ഒരു സഹോദരനോ ആ ഓത്ത് നിങ്ങളെല്ലാ ഒക്കത്തിലും ഈ ഫാത്തിഹ സൂറത്ത് മാത്രം ഓതുന്നല്ലോ, ഈ റക്അത്തിൽ നിങ്ങളൊന്ന് മാറ്റി ഓതിക്കൂടെ, വേറെ എന്തെങ്കിലും ഓതിക്കൂടെ എന്ന് പറയുന്ന ഒരു ചരിത്രം നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടാവൂല. എന്നാൽ എത്ര കേട്ടാലും മതിയാവുമോ? മതിയാവുകയുമില്ല. അതാണ് പരിശുദ്ധ ഖുർആന്റെ വിസ്മയം എന്ന് പറയുന്നത്. അത് കേൾക്കണം. പല നിലയ്ക്ക് ഓതും, പല രീതിയിലും ഓതും. 7 നിലയ്ക്ക് ഓതാം, 10 നിലയ്ക്ക് ഓതാം. അപ്പോൾ ആ 7 നിലയിൽ എങ്ങനെയാണ് പരിശുദ്ധ ഖുർആൻ ഓതുന്നത് എന്നാണ് നമ്മൾ ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത്. അത് നമ്മൾ വന്നിരുന്ന് കേൾക്കണം, നല്ല മനസ്സിലാവുള്ളൂ. ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, അതേപോലെ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്ന് ഓതാം. മാലികി യൗമിദ്ദീൻ, അതേപോലെ മലികി യൗമിദ്ദീൻ. അപ്പൊ ഇങ്ങനെ പല നിലയ്ക്കുമുള്ള ആയത്തുകൾ പല പണ്ഡിതന്മാർ ഓതിയ അതേ ശൈലിയിൽ ആ നിയമമനുസരിച്ച് പല കാര്യങ്ങൾ ഖുർആനുകൾ ഇവിടെ വന്ന് പാരായണം ചെയ്യുമ്പോൾ അത് കേൾക്കൽ ഒരു വല്ലാത്ത വിസ്മയമാണ്. അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കണം. അല്ലാഹു അതിനെ തൗഫീഖ് തരട്ടെ.